പറയാം. ബൈബിൾ ചരിത്രഗ്രന്ഥമല്ലെന്നും ബൈബിളിൽ ശാസ്ത്രീയ രഹസ്യമില്ലെന്നും ബൈബിളിൽ ചരിത്ര യാഥാർത്ഥ്യങ്ങളില്ലെന്നും പറയുന്ന പല ആൾക്കാരുമുണ്ട്. അതിന് പലരും ഉരുമ്പിട്ടിറങ്ങിയിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ വാദമുനകളെ ഒടിച്ചു കളഞ്ഞുകൊണ്ട് ഇന്നും സജീവം സമൂഹത്തിന്റെ മുന്നേ നിലനിൽക്കുന്ന ഏക പുസ്തകം എന്ന് പറയുന്നത് സത്യവേദ പുസ്തകമാണ്. നിങ്ങൾക്കറിയാവുന്ന ഒരാളെ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയാം. ഫ്രഞ്ച് നാസ്തികനായിരിക്കുന്ന വോൾട്ടയർ. ബൈബിൾ ചരിത്ര യാഥാർത്ഥ്യമില്ല, ബൈബിളിൽ പ്രവചന യാഥാർത്ഥ്യമില്ല. അതുകൊണ്ട് ഈ ബൈബിൾ ഉണ്ടല്ലോ 100 വർഷത്തിനകം ഞാൻ ശവപ്പെട്ടിക്കകത്താക്കുമെന്ന് പുള്ളിക്കാരൻ ഫ്രഞ്ച് നാസ്തികനായിരിക്കുന്ന വോൾട്ടയർ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞു. ഏതെങ്കിലും വ്യക്തിക്ക് ബൈബിൾ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ സൂവിനകത്ത് പോകേണ്ടി വരും. അവിടെ പോയി മാത്രമേ സത്യവേദ പുസ്തകമെന്ന് ഇവർ പറയുന്ന പുസ്തകം കാണണമെങ്കിൽ അവിടെ പോകണം. അവിടെ പോയാൽ മാത്രമേ ബൈബിൾ കാണത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ 100 വർഷത്തിനകം ഇദ്ദേഹം ഫ്രഞ്ച് നാസ്തികനായിരിക്കുന്ന വോൾട്ടയർ ഒരു മദ്യപാന്റെ കല്ലറയ്ക്കകത്ത് അടക്കം ചെയ്തു. അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ പ്രസ്സും ജനീവ ബൈബിൾ സൊസൈറ്റി വിലയ്ക്ക് വാങ്ങി. ജനീവ ബൈബിൾ സൊസൈറ്റി വിലയ്ക്ക് വാങ്ങിയിട്ട് വിവിധ ഭാഷകളിലുള്ള ബൈബിൾ അടുക്കി വെക്കുന്ന ഒരു ഡിപ്പോയാക്കി അദ്ദേഹത്തിന്റെ ഭവനത്തെ മാറ്റുവാൻ ബൈബിൾ ചരിത്രത്തിന് കഴിഞ്ഞെങ്കിൽ